ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മൾ WDC ജൈവ ജീവാണുവളം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വളം ദിവസമായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കട്ടോ. കണ്ടില്ല, നമ്മളെ വളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദിവസം 2 നേരം ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരേ ദിശയിലേക്ക് തന്നെ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റെഡി ആവണം, നമുക്ക് മനസ്സിലാവും. കാരണം നല്ല തെങ്ങിൻ്റെ കള്ളിൻ്റെ മണം വരും നമ്മൾ ഇളക്കി കൊടുക്കുന്ന ടൈമിലെ. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല തെങ്ങിൻ്റെ കള്ളിൻ്റെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ ഈ ദിവസം ആയിട്ട് നമ്മൾ എടുക്കുന്നതിന് മുന്നും നമ്മൾ ഇതേപോലെ തന്നെ ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ, വെള്ളം ചേർക്കേണ്ട 1 കപ്പ് 1 ലിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ദീർഘകാല വിളകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം, 1 ലിറ്റർ ജീവാണു വളത്തിന് 3 ലിറ്റർ വെള്ളം എന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ നമ്മളെ പച്ചക്കറി തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വള്ളി പോലത്തെ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 ലിറ്റർ എടുക്കുന്നുണ്ട്. ഇത് 1 ലിറ്ററിന്റെ ഒരു ജഗ്ഗാണ് കേട്ടോ. അപ്പോൾ 1 ലിറ്ററിലേക്ക് ഞാനിപ്പോൾ 3 ഇരട്ടി വെള്ളമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 3 ഇരട്ടി വെള്ളം മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്ലാന്റിന്റെ ചുവട്ടിൽ നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ തുള്ളി നന കൊടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇത് ഡെയിലി മിക്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇതിന് കേടൊന്നുമില്ല. അപ്പോൾ ഡെയിലി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നേർപ്പിച്ചതിന്റെ ശേഷം നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ WDC ജൈവ ജീവാണുവളത്തിന്റെ ഗുണങ്ങളും അത് റെഡിയാക്കേണ്ട രീതികളും ഒക്കെ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസത്തെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ നമ്മളിത് മൂടി വെക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും 2 നേരം വെച്ച് ഇളക്കിയും കൊടുക്കണം കേട്ടോ, ഒരേ ദിശയിലേക്ക് തന്നെ.